ഇന്നലെ മാർച്ച് 27 റിലീസ് ദിവസം തന്നെ ഞാനും എമ്പുരാൻ കാണാൻ പോയി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു ലൂസിഫർ. അതുകൊണ്ട് തന്നെ എമ്പുരാന് വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. എമ്പുരാന്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട്, ലൂസിഫർ പോലെ ഒത്തിരി മാസ് ഡയലോഗൊക്കെ ഉള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ലൂസിഫറിലെ ടൈലന്റിൽ കാണിക്കുന്ന എബ്രാം ഖുറേഷിയുടെ മോർ ഡീറ്റെയിലിംഗ് ആണ് എമ്പുരാനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റും. മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. 2002 നടക്കുന്ന ഗുജറാത്ത് കലാപത്തിന്റെ റെഫറൻസിൽ നിന്നാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മൂവി ചർച്ച ചെയ്യുന്നത്. ലൂസിഫറിൽ അധികം ഡിസ്ക്ലോസ് ചെയ്യാത്ത എബ്രാം ഖുറേഷി, സയ്യിദ് അലി മസൂദ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ഒത്തിരി ഡീറ്റെയിലിംഗ് എമ്പുരാനിൽ ചെയ്യുന്നുണ്ട്. സയ്യിദ് അലി മസൂദ്, പ്രിയദർശിനി രാംദാസ്, ജിതിൻ രാംദാസ്, ഈ മൂന്ന് പേർക്കും കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ് എമ്പുരാനിലുള്ളത്. പ്രിയദർശിനി രാംദാസ് ആയിട്ട് മഞ്ജു വാര്യർ ശരിക്കും കസറി, നല്ല അടിപൊളി സീൻസ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ഒന്നും ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിരുന്നു കേട്ടോ. കിടിലൻ വിഷ്വൽസ് ആയിരുന്നു. സുജിത് വാസുദേവൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ലൂസിഫർ 3ലേക്ക് ഒരു കിടിലൻ ടൈലന്റും ബാക്കി വെച്ചിട്ടാണ് എമ്പുരാൻ അവസാനിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരൊറ്റ ക്യാരക്ടറിന്റെ സറൗണ്ടിങ്സിലാണ് ലൂസിഫർ നടന്നെങ്കിൽ ഇവിടെ ഖുറേഷി, സയ്യിദ് അലി മസൂദ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് എമ്പുരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലൂസിഫർ മൂവി പ്രതീക്ഷിച്ചുകൊണ്ട് എമ്പുരാൻ കാണാൻ പോകരുത് കേട്ടോ. ലൂസിഫറും എമ്പുരാനും രണ്ട് വേരിയന്റ് ആണ്. മേക്കിങ്ങിന്റെ കാര്യത്തിൽ ലൂസിഫറിനെക്കാട്ടും ഒരുപടി മേലെ തന്നെയാണ് എമ്പുരാൻ.